നമ്മൾ മുട്ടപ്പാലഡ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ അതിനുള്ള മാവ് ഇളക്കുന്നു. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടിയില്ലാതെ മിക്സ് ഉണ്ടാക്കണം. കട്ടയില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഷെയിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി അതിന് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരവിയെടുക്കാം. അപ്പോൾ റംസോണ് തേങ്ങ ചിരവണത്. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അവനെക്കൊണ്ട് പറ്റുമോയെന്ന് നമുക്ക് നോക്കാം. അപ്പം തേങ്ങ ചിരവിയിട്ട് അത് പാത്രത്തിൽ തന്നെ കാണുമോ എല്ലാം അവൻ വാരി തിന്നോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മാവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ദോശയ്ക്ക് അപ്പത്തിനൊക്കെ ഒഴിക്കുന്ന ഒരു പാകത്തിനുള്ള ലൂസിലാക്കിയെടുക്കണം. ഇനി ചൂടായിട്ടിരിക്കുന്ന അപ്പച്ചട്ടിയിലേക്ക് നമുക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്സിൻ്റെ തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമൊക്കെയാണ്. മക്കൾക്ക് ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവർക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ റംസു ഇതാ അത് ആയ ഉടനെ തന്നെ അവനെടുത്തൊന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.